ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്, അതേപോലെ വീട്ടമ്മമാർക്കൊക്കെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുള്ളതാണ് കേട്ടോ, അങ്ങനെ ഒരു വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട്. പ്രത്യേകിച്ച് അനുഷ ഹരീഷ് എന്നുള്ള ഒരു ഐഡിയിൽ നിന്ന് ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. അതെന്താ വെച്ചാൽ ഞാനിപ്പോൾ +1 +2 ഒക്കെ ഇപ്പോൾ കുറച്ചായിട്ടുള്ളല്ലോ, ഇപ്പോൾ 2 വർഷമായിട്ടുള്ളൂ +1 +2 ഒക്കെ പഠിച്ചിട്ട്. അപ്പോൾ ഇത്രയും ഒരു ഗ്യാപ്പ് എടുത്തിട്ടാണല്ലോ ഞാൻ പഠിച്ചത്. കാരണം 10ാം ക്ലാസ് കഴിഞ്ഞേക്കാണ് എൻ്റെ കല്യാണം കഴിഞ്ഞത്. പിന്നെ +1 +2 ഒക്കെ പഠിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അന്നൊന്നും പഠിക്കാനൊന്നും പറ്റിയില്ല. പിന്നെ 18 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മൾ പഠിക്കാനൊക്കെ പോണത്. അങ്ങനെ പഠിച്ച് ജോലിയൊക്കെ ആയി. അതേപോലെ തന്നെ അങ്ങനെ തുടർന്ന് പഠിക്കാൻ ആരാണ് നിങ്ങൾക്ക് മോട്ടിവേഷൻ തന്നത്? അതേപോലെ തന്നെ പിന്നെ ഈ പ്രായത്തിൽ പഠിക്കാൻ പോയിട്ട് കളിയാക്കലുകൾ ഉണ്ടായിനോ? അങ്ങനെ ഉണ്ടാവുമല്ലോ. നമ്മളിപ്പോൾ 4 മക്കളൊക്കെ ആയതിനു ശേഷം, കുട്ടികളൊക്കെ വലുതായതിനു ശേഷമാണ് പഠിക്കാനൊക്കെ പോയത്. അപ്പോൾ കളിയാക്കലുകൾ ഉണ്ടായിനോ? അതേപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ സപ്പോർട്ട് ഉണ്ടായിനോ? നേരത്തെ എണീറ്റ് പഠിക്കലുണ്ടായിനോ? അങ്ങനെ കുറേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ആൻസറൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് പറയാം. അപ്പോൾ അങ്ങനെ നേരിട്ട് ഫേസൊക്കെ കാണിച്ച് ഇങ്ങനെ വീഡിയോ ചെയ്ത് പറയാൻ എനിക്ക് മടിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുക്ക് ചെയ്യണതിൻ്റെ അടിയിൽ കൂടെ കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ വീട്ടമ്മമാർക്കൊക്കെ ഒരു മോട്ടിവേഷൻ ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ അതേപോലെ എന്നോട് എപ്പോഴും പറയും, നിങ്ങൾ ആ കമൻറ്റ് കണ്ടിട്ടുണ്ടാവും. ഇന്നലത്തെ വീഡിയോയിലും കൂടെ പറഞ്ഞിട്ടുണ്ട്, ഇന്നലെയും മിഞ്ഞാന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അധിക വീഡിയോയിലും അനുഷ ഹരീഷ് പിന്നെ നമുക്ക് അങ്ങനെ കമൻറ്റ് ചെയ്യലുണ്ട്. ഞാൻ കുറേ അയക്കണ വീഡിയോ ചെയ്യാൻ പറയൽ തുടങ്ങിയിട്ട്, എന്താ ഇത്ര പറയാത്തതെന്നൊക്കെ ചോദിച്ചിട്ട്. ഒന്നും ഉണ്ടായിട്ടല്ല കേട്ടോ, ഞാനും അങ്ങനെ വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കും. പിന്നെ ആവട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ നീക്കി കൊണ്ടുപോയിട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അതിനെക്കുറിച്ചിട്ടൊക്കെ പറയാം. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ദോശയാണ് കേട്ടോ. അപ്പോൾ ദോശയൊക്കെ ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ കുട്ടികൾക്ക് സ്കൂൾ കൊണ്ടുപോകാൻ കൂട്ടുണ്ടാക്കുന്നത് സോയാബീൻ വെച്ചിട്ട് നല്ല ഒരു അടിപൊളി ഒരു കൂട്ടാനായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിന് പിഴിഞ്ഞിട്ട് മിക്സിൻ്റെ ചെറിയ ജാറിലിട്ട് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ലോണം അരച്ചെടുക്കണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതേപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനൊരു ബൗൾക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സവാളയും അതേപോലെ തന്നെ ചെറിയൊരു തക്കാളിയൊക്കെ വേണം. അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുക. അതിൻ്റെ ഇടയിൽ ഞാൻ ദോശയ്ക്കുള്ള ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. തേങ്ങാ ചട്നിയൊക്കെ നമ്മൾ എപ്പോഴും ഉണ്ടാക്കണമല്ലോ, അതുകൊണ്ട് അങ്ങനെ വീഡിയോയിൽ കാണിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ചട്നിയൊക്കെ റെഡിയാക്കി ഇനി നമുക്ക് ഈ ഒരു കൂട്ടാൻ ഉണ്ടാക്കാം. അപ്പോൾ ഞാനിതാ ഒരു പാനൊക്കെ അടുപ്പത്ത് വെച്ചാൽ ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു സവാള ചെറുതാക്കി അരിഞ്ഞതായിക്ക് ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊക്കെ ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ. സോയാബീൻ അല്ലെങ്കിൽ ഞാൻ ഫ്രൈ ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അങ്ങനെ വറ്റിച്ചിട്ടൊക്കെ കൂട്ടാനൊക്കെ ഉണ്ടാക്കലാണ്. അപ്പോൾ ഇന്ന് ഇതേപോലെ ഉണ്ടാക്കിയപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിന് കേട്ടോ. അതേപോലെ നല്ല ടേസ്റ്റും ഉണ്ടായിന്. ഇത് ഞാനൊരു റീൽസിൽ കണ്ടതേന് കേട്ടോ. അപ്പോൾ അതേപോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണെന്ന്. അപ്പോൾ ടേസ്റ്റ് ഉണ്ടായപ്പോൾ നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു. പിന്നെ കാന്താരി മുളക് ഉണ്ടായിന് ഉണങ്ങിയത്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ചിക്കൻ മസാലയും ചേർക്കുന്നുണ്ട് കേട്ടോ. ചിക്കൻ മസാല പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, എപ്പോഴും എല്ലാത്തിനും കൂടും ഞാൻ ചിക്കൻ മസാല കേട്ടോ. ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അധികം എന്തെങ്കിലും ഇതേപോലെയൊക്കെ ഉണ്ടാക്കണേക്ക് ചിക്കൻ മസാല ചേർക്കും. ഒരു പ്രത്യേക ടേസ്റ്റാണ് ചിക്കൻ മസാല ചേർക്കുമ്പോൾ, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ ആ ഒരു പൊടിയുള്ള പച്ചമണമൊക്കെ മാറി വന്നതിന് ശേഷം നമ്മൾ ആ ക്രഷ് ചെയ്ത് വെച്ച സോയാബീൻ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇതേപോലെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ആ ഒരു എണ്ണയിലൊക്കെ കടന്നിട്ട് നല്ല ഇങ്ങനെ എന്താ പറയുക, ഒന്ന് ഡ്രൈ ആയി കിട്ടണം കേട്ടോ. നല്ലോണം ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ വെന്ത് റെഡി ആയിക്കോളും. പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം തക്കാളി അരിഞ്ഞ് വെച്ച് ഇനി ചെറിയൊരു തക്കാളി അതും അതിലേക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കൂട്ടാൻ. നമുക്ക് കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്ത് അയക്കാനൊക്കെ പറ്റിയിട്ടില്ല നല്ലൊരു റെസിപ്പിയാണ്. ഇനിയിപ്പോൾ ചോറിൻ്റെ കൂടെയും അതേപോലെ തന്നെ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. പിന്നെ നമ്മളിത് ചൂടുവെള്ളത്തിലിട്ടിട്ടല്ലേ കഴുകിയെടുത്തത്, അപ്പോൾ അതിൻ്റെ ആ ഒരു ബാഡ് സ്മെല്ലും കാര്യങ്ങളൊക്കെ പോവും. ഈ സോയാ ചങ്കിന് അങ്ങനെയാണല്ലോ അല്ലേ, ഒരു ചെറിയൊരു സ്മെല്ലുണ്ടാവും അല്ലേ. ആ സ്മെല്ല് അധികം ആൾക്കാർക്കും ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അതേപോലെ തിളച്ച വെള്ളത്തിലിട്ടുകൊണ്ട് ഇങ്ങനെ മുറുക്കി പിഴിഞ്ഞ് അതിൻ്റെ ആ ഒരു നീരും കാര്യങ്ങളൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വല്ലാതെ ആ ഒരു സ്മെല്ലും ആ ഒരു ചൊവയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ, അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അനുഷ ഹരീഷ് ചോദിച്ച ക്വസ്റ്റ്യനൊക്കെ ആൻസർ പറയാം. അപ്പോൾ അവർ ചോദിച്ചത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് പഠിക്കാൻ ആരാണ് മോട്ടിവേഷൻ തന്നതെന്നാണ്. അപ്പോൾ എനിക്ക് മോട്ടിവേഷൻ തന്നതൊന്നുമല്ല, എനിക്ക് തന്നെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ. എനിക്ക്
പഠിച്ചെന്തെങ്കിലും ഒരു ജോലി ആകണം എന്നൊക്കെ വല്ലാത്തൊരു ആഗ്രഹം ഉണ്ടായിന് കേട്ടോ, നമ്മളെ കല്യാണം കഴിക്കണതിൻ്റെ മുന്നേ തന്നെ. പക്ഷെ അന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടൊന്നും കാര്യമില്ല, അതൊന്നും നടക്കൂല എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ അങ്ങനെ തുടർന്ന് പഠിപ്പിക്കാനുള്ള സാമ്പത്തിക ശേഷിയൊന്നും എൻ്റെ വീട്ടുകാർക്ക് അന്നില്ല ഇനി. പിന്നെ അതേപോലെ തന്നെ അന്നത്തെ കാലത്തൊക്കെ എന്താണെന്ന് വെച്ചാൽ 10ാം ക്ലാസ് കഴിഞ്ഞാൽ അപ്പം തന്നെ കല്യാണം കഴിച്ചു വിടും. അധികം അങ്ങനെയാണ് കേട്ടോ. പഠിപ്പിക്കുന്ന ആൾക്കാരും ഉണ്ടാവും, പക്ഷേ പഠിപ്പിക്കുന്ന ആൾക്കാർക്ക് വിദ്യാഭ്യാസം ഉണ്ടാവും, അല്ലെങ്കിൽ ഓരോ വീട്ടിലതിനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ് ചുരുക്കമുള്ളൂ ഞങ്ങളെപ്പോലെയുള്ള കുട്ടികളൊക്കെ പഠിച്ച് എന്തെങ്കിലുമൊക്കെ ജോബൊക്കെ ആവുക. ഇല്ലോലും ഉണ്ട് കേട്ടോ, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ എനിക്ക് അതിനുള്ള സാഹചര്യം അന്ന് കിട്ടിയില്ല. അങ്ങനെ ഞാൻ പഠിച്ചതൊന്നുമില്ല. എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞു 2004 കേട്ടോ കല്യാണം കഴിഞ്ഞത്. പിന്നെ എന്നാൽ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നിട്ടും പഠിക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ മനസ്സിലുണ്ടായിനി. പിന്നെ അന്ന് അതൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല ഇനി. പിന്നെ നമ്മൾ ഈ ഒരു വീട്ടിലേക്ക് വന്നതിന് ശേഷം ഇപ്പോൾ ഒരു 6 വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ നമ്മൾ ഈ ഒരു വീട്ടിലേക്ക് വന്നിട്ട്. അപ്പോൾ പിന്നെ നമ്മൾ എന്താ പറയുക, കുട്ടികളൊക്കെ കുറച്ച് വലുതായൊക്കെ ചെയ്ത്, അപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് ഫ്രീ ആണ്. അപ്പോൾ പിന്നെ അന്ന് ഞാൻ നമ്മളെ ബാബുക്കാക്കുനോട് ചോദിച്ചിന് കേട്ടോ, ഞാൻ പഠിക്കാൻ പോട്ടെ എന്ന്. എനിക്ക് TTC എടുക്കാനേന് ആഗ്രഹം ഉണ്ടായിരുന്നത്. അപ്പോൾ ബാബു പറഞ്ഞു ഇനിയിപ്പോൾ ഈ പഠിച്ചിട്ട് എന്താവാനാന്നൊക്കെ പറഞ്ഞാണ്ട് അങ്ങനെ ആ ഒരു മോഹം ഇല്ലാതെയായി. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കൊറോണയൊക്കെ വന്നത്. അങ്ങനെ കൊറോണയൊക്കെ വന്ന് പിന്നെ എൻ്റെ ഒപ്പം മരിച്ചൊക്കെ ചെയ്ത്. അപ്പോൾ പിന്നെ ഭയങ്കര സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിന് കേട്ടോ. പിന്നെ കുട്ടികളൊക്കെ സ്കൂൾക്കൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒറ്റയ്ക്കല്ലേ. അപ്പോൾ ഇങ്ങനെ ചിന്തകളൊക്കെ ഒരുപാട് കൂടി വരാൻ തുടങ്ങി. മാനസികമായിട്ടൊക്കെ അങ്ങനെ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ഞാൻ ആ ഒരു ടൈമിൽ എനിക്ക് തോന്നി ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല എന്നുള്ളത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പഠിക്കണം, എന്തെങ്കിലുമൊക്കെ ഒരു ജോബ് വാങ്ങണം, അങ്ങനെയൊക്കെ തോന്നി മനസ്സിൽ. ഒന്നാമത് അന്നൊക്കെ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നല്ലോണം ഉണ്ടായ ഒരു സമയം. ഇനി കൊറോണ കാലം പിന്നെ എല്ലാവർക്കും അറിയാലോ, എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള ആ ഒരു അവസ്ഥ തന്നെ ഇനി അന്ന്. പിന്നെ നമ്മളെ ബാബുവിനും തന്നെ ജോബും കാര്യങ്ങളൊക്കെ ഇല്ലാതെയായി. 2-3 വർഷം അവിടെ നാട്ടിൽ നിൽക്കേണ്ടിയൊക്കെ വന്ന്. അങ്ങനെയൊക്കെ ആയപ്പോൾ മനസ്സിന് തന്നെ ഭയങ്കര പ്രയാസവും ബുദ്ധിമുട്ടുകളൊക്കെ വന്നു കേട്ടോ. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മളെ കുടുംബശ്രീൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് കണ്ടത്. ഇങ്ങനെ വീട്ടമ്മമാർക്ക് +1 +2 ഒക്കെ പഠിക്കാനുള്ള താല്പര്യമുള്ള വീട്ടമ്മമാർക്ക് പഞ്ചായത്തിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ പഠിക്കാനുള്ള അവസരം ഉണ്ടെന്ന് കണ്ടത്. അപ്പോൾ അതിന് ഫീസും കാര്യങ്ങളൊക്കെ കുറച്ച് മതി കേട്ടോ. പിന്നെ 2 വർഷമാണ്, 1 വർഷം +1 ഒരു വർഷം +2 ആണ്. അപ്പോൾ ആ മെസ്സേജ് ഞാൻ ബാബുവിനൊക്കെ കാണിച്ചു കൊടുത്തു. പിന്നെ ഇവിടുത്തെ അമ്മാനോടും ഉപ്പാനോടൊക്കെ പറഞ്ഞു. അപ്പോൾ ഇപ്പിയും പറഞ്ഞു ബാബുവിനോട്, ഓള് പഠിക്കാൻ പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ, എനിക്ക് എന്താ ഇനി എന്നൊക്കെ പറഞ്ഞു കേട്ടോ ബാബുവിനോട്. അപ്പോൾ അങ്ങനെ ബാബു സമ്മതിച്ചു, കുഴപ്പമൊന്നുമില്ല. ഇനി അങ്ങനെയാണ് ഞാൻ +1 +2 ഒക്കെ പഠിക്കാൻ പോണത്. ഞങ്ങൾക്ക് പിന്നെ ക്ലാസ് ശനി ഞായറും ഉണ്ടാവുള്ളൂ കേട്ടോ. ഞായറാഴ്ചയാണ് അധികം ഉണ്ടാകുക, ശനിയാഴ്ച പിന്നെ എപ്പോഴെങ്കിലും ഏതെങ്കിലുമൊക്കെ ശനിയാഴ്ച ഉണ്ടാവുള്ളൂ. അങ്ങനെ ക്ലാസ്സിനൊക്കെ പോയി കൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയിലാണ് വേറൊരു മെസ്സേജ് കുടുംബശ്രീൻ്റെ പിന്നെ ഗ്രൂപ്പിൽ തന്നെ കണ്ടത് കേട്ടോ. പിന്നെ ഈ ഹോമിയോയിലും മൃഗാശുപത്രിയിലൊക്കെ 3 മാസത്തിന് ഇങ്ങനെ നമുക്ക് വർക്ക് ചെയ്യാനൊരു അവസരം കിട്ടും. അപ്പോൾ അതിനൊരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഞാൻ ആ ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുത്തു. അങ്ങനെ എനിക്ക് ആ ഒരു ജോബും കിട്ടി കേട്ടോ. 3 മാസമാണ്, എന്നാലും മൃഗാശുപത്രിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ജോബും എനിക്ക് കിട്ടി. അപ്പോൾ ഈ ഒരു പഠനം ആ ഒരു ജോബും അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ കൊണ്ടുപോയി. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ കാറ്ററിങ്ങും തുടങ്ങി. അങ്ങനെ എനിക്ക് ഫീസ് കൊടുക്കാനും എൻ്റെ കാര്യത്തിനൊക്കെ എൻ്റെ കയ്യിൽ തന്നെ എനിക്ക് വരുമാനവും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. പിന്നെ നമ്മളെ യൂട്യൂബ് ചാനലും അതിൻ്റെ ഇടയിൽ ക്ലിക്കായി യൂട്യൂബിൽ നിന്നും വരുമാനം കിട്ടാൻ തുടങ്ങി. യൂട്യൂബ് വരുമാനം പിന്നെ നമുക്ക് 2021 ജനുവരി തൊട്ട് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്നാലും അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല, നല്ല റാഹത്തോട് കൂടിയിട്ട് അങ്ങനെ പോയി. പിന്നെ അന്നൊക്കെ ഞാൻ നല്ലോണം കഷ്ടപ്പെട്ടിരിക്കണം കേട്ടോ. കാരണം എനിക്ക് ക്ലാസ്സിലെ ദിവസത്തേക്കാൾ അധികം കാറ്ററിങ്ങിന് ഓർഡർ കിട്ടുക. എന്നാലും ഞാൻ പിന്നെ എനിക്കന്ന് ഒഴിവില്ല എന്നൊന്നും പറയില്ല. ഞാൻ അന്ന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കും. ചിലപ്പോൾ ചോറൊക്കെ ദമ്മിട്ടിട്ടേക്കാരം ഞാൻ ക്ലാസ്സിന് പോവുക. മണി വരെ ക്ലാസ് ഉണ്ടാവുള്ളൂ. അപ്പം ഉച്ചക്കൊക്കെ ഒക്കെ ഉള്ള ഫുഡാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ അടുത്തൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഞാൻ വന്നിട്ടാണ് കേട്ടോ പിന്നെ ഫുഡ് കൊടുത്തേക്കൊക്കെ ചെയ്യുക. 1:30 ആകുമ്പോഴത്തേന് എത്തിച്ചാൽ മതിയാവും. അപ്പോൾ ഞാൻ വണ്ടിയിൽ കയറ്റി അങ്ങനെ വിട്ടു കൊടുക്കും. അങ്ങനെയൊക്കെ ചെയ്തിരിക്കണം കേട്ടോ. പിന്നെ അതേപോലെ ജോബിന് പോകുമ്പോഴും ഇതിൻ്റെ ഇടയിൽ കൂടെ ജോബിനും പോകുന്നുണ്ട് കേട്ടോ. അന്ന് ഞാൻ പറഞ്ഞല്ലോ 3 മാസത്തിന് എനിക്ക് മൃഗാശുപത്രിയിൽ വർക്ക് ചെയ്യാൻ കിട്ടിയെന്ന്. അതിനും പോകുമ്പോൾ നമ്മൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് 9 മണി ആകുമ്പോഴത്തേന് അവിടെ എത്തണം. അതിൻ്റെ ഇടയിൽ നമ്മളെ വീട്ടു ജോലികളൊക്കെ തീർക്കണം. നമ്മളെ മക്കളൊക്കെ സ്കൂൾക്കൊക്കെ പോകാനൊക്കെ ഒരുക്കി എല്ലാ കാര്യങ്ങളും ചെയ്ത് വെച്ചിട്ടാണ് പോവുക. അപ്പോൾ ഒരു പോണ സമയത്ത് ഞാൻ ഉണ്ടാവില്ല, ഞാനാണ് ഫസ്റ്റ് പോവുക. അപ്പോൾ അതൊരു വിഷമം ഉണ്ടായിനി അന്ന്. എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, അൽഹംദുലില്ലാ. മക്കളും തന്നെ നല്ല സപ്പോർട്ടാണ്. സപ്പോർട്ടും എൻ്റെ ബാവുക്കാക്കൂൻ്റെ സപ്പോർട്ടും അതേപോലെ എൻ്റെ ഇവിടുത്തെ ഉമ്മിപ്പിയൊക്കെ നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ സപ്പോർട്ടാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഉമ്മിപ്പിയൊക്കെ നല്ല സപ്പോർട്ടാണ് കേട്ടോ. അപ്പോൾ ചിലപ്പം കുട്ടികൾ സ്കൂൾക്ക് പോകുന്ന സമയത്ത് ഞാനില്ലെങ്കിൽ ഇമ്മ ഇവിടെ വന്ന് നിൽക്കും, കുട്ടികളെ പറഞ്ഞയക്കും ഒക്കെ ചെയ്യലുണ്ട്. അങ്ങനെ എല്ലാവരും സപ്പോർട്ടോടും കൂടിയിട്ട് ഞാനങ്ങനെ നല്ല ഹാപ്പി ആയിട്ട് തന്നെ പോയി.
അങ്ങനെ +1 എക്സാം കഴിഞ്ഞു. +1 എക്സാമിൻ്റെ അന്ന് എനിക്ക് തീരെ സുഖമില്ലേനി കേട്ടോ. ഫസ്റ്റത്തെ എക്സാമിൻ്റെ അന്ന് ഫസ്റ്റ് ഇംഗ്ലീഷ് ആയിരുന്നു എക്സാം. അപ്പം ഇംഗ്ലീഷിൻ്റെ എക്സാം എഴുതി ഒരു വിശ്വാസമില്ലേനി ഞാൻ ജയിക്കും എന്നുള്ളത്. കാരണം അത്രയ്ക്ക് എഴുതിയിട്ടില്ല. അന്ന് എനിക്ക് പഠിക്കാനൊന്നും പറ്റിയിട്ടില്ല. അന്ന് എന്തൊക്കെയോ അസുഖങ്ങളും ഉണ്ടായിട്ട് ഈ മൂത്രത്തിൽ പഴുപ്പും ഒക്കെ കൂടെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിന്. അന്ന് പഠിക്കാനൊന്നും പറ്റിയിട്ടില്ല. ഇനി പിന്നെ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സും അധികം കിട്ടിയിട്ടില്ല. ക്ലാസ്സിനും ചിലപ്പം പോകാൻ പറ്റലില്ല. അങ്ങനെയൊക്കെ ആയതായാലും +1 എക്സാം കഴിഞ്ഞു, റിസൾട്ട് കിട്ടി. ഇംഗ്ലീഷിന് മാർക്ക് കുറവേനി, 17 കഴിഞ്ഞിട്ട് ഇംഗ്ലീഷിന് മാർക്ക്. ബാക്കിയുള്ള വിഷയത്തിനൊക്കെ ഡബിൾ പാസ് ഉണ്ടായിനി. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഹ്യൂമാനിറ്റീസ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ, തുല്യതല്ലേ. പിന്നെ പരീക്ഷ ഒന്നും എഴുതിയതുമില്ല. ഇനിയിപ്പോൾ +2 എക്സാമിൽ റെഡിയാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ +2 ക്ലാസ്സൊക്കെ തുടങ്ങി. അതിനും തന്നെ അപ്പോൾ +2 ക്ലാസ് വന്നപ്പോൾ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സിന് ഞാൻ എന്നും മുടങ്ങാതെ പോകും. എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കാറ്ററിംഗ് ഒക്കെ ഉണ്ടാവും, കാറ്ററിങ്ങിന് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടായാലും ഞാൻ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് അധികം മുടക്കലില്ല. അങ്ങനെ ഗ്രാമറും കാര്യങ്ങളൊക്കെ കുറച്ച് മണ്ടിയിലൊക്കെ കയറി. പിന്നെ അതേപോലെ +2 എക്സാമൊക്കെ വന്നു. +2 എക്സാമിൽ എനിക്ക് 36 മാർക്ക് ഉണ്ടായിന് ഇംഗ്ലീഷിന്. അപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എഴുതിയിട്ടുണ്ടായിന്. പിന്നെ C മാർക്കും കിട്ടുമല്ലോ. അങ്ങനെ എന്തായാലും അൽഹംദുലില്ലാ +2 മാർക്കൊക്കെ ഉണ്ടായിന് കേട്ടോ. അങ്ങനെ +2 ഒക്കെ പാസ്സായി. പിന്നെ പഠിപ്പിൻ്റെത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ അധികം നമ്മൾ തഹജ്ജുദൊക്കെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് എണീക്കുമല്ലോ. ആ ഒരു സമയത്ത് നിസ്കാരവും കാര്യമൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം ഖുർആനൊക്കെ ഓതിയിരിക്കും. അങ്ങനത്തെ ആ ഒരു സമയത്ത് പുസ്തകമൊക്കെ ഒന്നെടുത്ത് മറിച്ച് വെക്കും. അങ്ങനത്തെ ടൈമിലൊന്നും അങ്ങനെ വേറെ ചിന്തകളൊന്നും മനസ്സിൽ വരില്ല. പിന്നെ കുട്ടികളൊക്കെ ഉറങ്ങുമൊക്കെ കാര്യം ഒച്ചയും വിളിയൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ആ ഒരു സമയത്ത് ഒരു അരമണിക്കൂറൊക്കെ കേട്ടോ വായിക്കുക, അല്ലാതെ അങ്ങനെ ഇരുന്ന് പഠിച്ചിട്ടൊന്നുമില്ല. പിന്നെ അങ്ങനെ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് ക്ലാസ്സുകൾ ഇങ്ങനെ തുല്യതൻ്റെ ക്ലാസ്സുകൾ കിട്ടും. അപ്പം അങ്ങനത്തെ ക്ലാസ്സുകൾ അധികവും കേൾക്കും. നമ്മൾ പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ ഫോൺ ഓണാക്കി വെക്കും, അങ്ങനെ ക്ലാസ്സൊക്കെ കേൾക്കും. ചിഞ്ചുമോളും ഞാനും ഒരു വർഷമാണല്ലോ +2 എഴുതിയത്. കുറേ കാര്യങ്ങൾ ഓളും പറഞ്ഞു തന്നിക്കണം കേട്ടോ. എക്കണോമിക്സൊക്കെ അധികം ഓൾ തന്നെയാണ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. അതിൽ വരുന്ന കണക്കും കാര്യങ്ങളൊന്നും അറിയില്ലേനി കേട്ടോ. അതൊക്കെ ഓള് പഠിപ്പിച്ചു തന്നതാണ്. അതേപോലെ തന്നെ ഇംഗ്ലീഷിൻ്റെ കുറേ ഗ്രാമറും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടേനി. +2 എക്സാമൊക്കെ എഴുതി നിൽക്കുന്ന ആ ഒരു ടൈമിലാണ് പിന്നെ കുടുംബശ്രീൻ്റെ ആ ഒരു ഞാൻ പറഞ്ഞല്ലോ കുടുംബശ്രീൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇങ്ങനെ ഓരോ ലിങ്ക് കാണും ഞാൻ. അപ്പോൾ അങ്ങനെ ഒരു ലിങ്ക് കണ്ട് അതിൽ അപേക്ഷിച്ചതാണ് കേട്ടോ ഈ ഇപ്പോഴത്തെ ജോബ് കിട്ടാൻ കാരണം. അതിൽ അപ്ലൈ ചെയ്തു. പിന്നെ അതിന് നമ്മളെ ഇൻ്റർവ്യൂവിന് വിളിച്ചു. ഇൻ്റർവ്യൂവിൽ ഞങ്ങളൊരു 10-30 ആൾക്കാരുണ്ടായിന്. അതിൽ 4 ആൾക്കാരെയാണ് സെലക്ട് ചെയ്തത്. അതിലൊരാൾ ഞാനായി. അങ്ങനെ ആ ഇൻ്റർവ്യൂവിന് പോണതിൻ്റെ തലേ ദിവസമാണ് +2 റിസൾട്ട് അറിഞ്ഞത് കേട്ടോ. അങ്ങനെ പാസ്സായിക്കണമെന്ന് അറിഞ്ഞു. ഇൻ്റർവ്യൂവിന് പോയപ്പോൾ സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലേനി കേട്ടോ കയ്യിൽ, മാർക്ക് ലിസ്റ്റ് കാണിച്ചു കൊടുത്തേക്കാണ്. പിന്നെ ഓൾക്ക് ബോധ്യമായി. അങ്ങനെ എന്തായാലും ആ ഒരു ജോബ് കിട്ടി. ഇപ്പോൾ അൽഹംദുലില്ലാ റാഹത്താണ്. അന്ന് പഠിച്ചതുകൊണ്ട് കുറച്ച് കഷ്ടപ്പെട്ടിക്കണ്. കളിയാക്കലിൻ്റെ കാര്യം പറയണ്ട, കുറേ ആൾക്കാർ കളിയാക്കിയിട്ടുണ്ടായിന് കേട്ടോ. ഇനിയിപ്പോൾ ഈ പ്രായത്തിലപ്പോൾ പഠിച്ച് ജോലി ആവണമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ കളിയാക്കിയ ആൾക്കാരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നമ്മളെ മനസ്സിൽ നല്ലൊരു വിശ്വാസമോ നല്ലൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ലക്ഷ്യത്തേക്ക് എത്തിപ്പെടും. നമ്മൾ കളിയാക്കി നിരുത്സാഹപ്പെടുത്തരുത്. ഓർക്ക് ഇഷ്ടമുള്ളത് എന്താ വെച്ചാൽ ഒരു ചെയ്തോട്ടെ. ഇനി എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് നമ്മൾ ചൂണ്ടിക്കാട്ടി കൊടുക്കുക, അല്ലാതെ ആരെയും ഒന്ന് കളിയാക്കാനൊന്നും പോവരുത്. ഞാനീ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് ബോധ്യപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മളെ കഴിഞ്ഞ വർഷത്തെ അതിൻ്റെ മുന്നത്തെ വർഷത്തേക്ക് വീഡിയോ എടുത്ത് നോക്കിയാൽ അറിയാം. ഞാൻ ക്ലാസ്സിനൊക്കെ പോകുമ്പോഴൊക്കെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടാണ് പിന്നെ പോവുക. അപ്പോൾ അതൊക്കെ തന്നെയാണ് അന്നത്തെ വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എപ്പോഴും എന്താ ചെയ്യേണ്ടത്, കളിയാക്കിയ ആൾക്കാരെ മുന്നിൽ ജയിച്ച് കാണിക്കുകയാണ് വേണ്ടത്. അപ്പോൾ പഠിക്കാനൊക്കെ താല്പര്യമില്ല വീട്ടമ്മമാരുണ്ടെങ്കിൽ പഠിച്ചോളുണ്ട്. നാട്ടുകാർ സപ്പോർട്ടൊന്നും വേണമെന്നില്ല, നമ്മളെ വീട്ടുകാരെ സപ്പോർട്ട് ഉണ്ടായാൽ മതി. ഹസ്ബൻഡിൻ്റെയും മക്കളെയും നമ്മളെ വീട്ടുകാരെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ലക്ഷ്യത്തിൽ എത്തിപ്പെടും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. താങ്ക് യു.